അമേരിക്കയിലെ ടെക്സസിലുള്ള ബീവില്ലിൽ ശക്തമായ പ്രളയവെള്ളത്തിൽ അകപ്പെട്ട കാറിൽ നിന്നും പിഞ്ചുകുഞ്ഞിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. സാൻ അന്റോണിയോയ്ക്ക് തെക്കുള്ള ബീവില്ലിൽ ശനിയാഴ്ചയായിരുന്നു ഈ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. ബീവിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട ബോഡി ക്യാം ദൃശ്യങ്ങളിലൂടെയാണ് രക്ഷാപ്രവർത്തനത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. കുത്തിയൊലിച്ചെത്തിയ വെള്ളത്തിൽ പകുതിയോളം മുങ്ങിയ വെളുത്ത കാറിനെ പോലീസുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും വളയുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ഒരു രക്ഷാപ്രവർത്തകൻ വാഹനത്തിനടുത്തേക്ക് നീങ്ങിയപ്പോൾ കാറിലുണ്ടായിരുന്ന വ്യക്തി എന്റെ കുട്ടിയെ രക്ഷിക്കാമോ എന്ന പരിഭ്രാന്തിയോടെ ചോദിക്കുന്നുണ്ട്. തുടർന്ന് തീർച്ചയായും കുഞ്ഞിനെ ഇങ്ങോട്ട് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥർ കാറിന്റെ മുൻവശത്തെ ജനാലയിലൂടെ കൈകൾ ഉള്ളിലേക്ക് കടത്തി കുഞ്ഞിനെ പുറത്തെടുക്കുകയായിരുന്നു. ബേബി കാരിയറിലായിരുന്നു കുട്ടിയുണ്ടായിരുന്നത്. ഉടൻ തന്നെ മറ്റൊരു രക്ഷാപ്രവർത്തകൻ തന്റെ ഹൈ വിസിബിലിറ്റി ജാക്കറ്റ് ബേബി കാരിയറിന് മുകളിലിട്ട് കുഞ്ഞിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. പെട്ടെന്നുണ്ടായ ശക്തമായ മഴയായിരുന്നു അപകട കാരണം. പ്രദേശത്തെ ചെറിയൊരു പാലത്തിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളം പെട്ടെന്ന് ഉയരുകയായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ സ്ഥിതി വഷളായതിനാൽ റോഡിൽ തടസ്സങ്ങൾ സ്ഥാപിക്കുവാൻ പോലും അധികൃതർക്ക് സമയം ലഭിച്ചില്ല. കാർ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ടുമുമ്പ് അത് തടയാനായി ഫയർ ചീഫ് കൈവീശി കാണിച്ചിരുന്നു. എന്നാൽ ഡ്രൈവർ ഇത് കൃത്യസമയത്ത് കാണാത്തതാണ് അപകടത്തിന് കാരണമായത്. കനത്ത മഴയുള്ളപ്പോൾ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുവാനും വെള്ളം നിറഞ്ഞ റോഡുകളിൽ നിന്നും തോടുകൾക്ക് സമീപത്തു നിന്നും മാറി നിൽക്കുവാനും പോലീസ് ആവശ്യപ്പെട്ടു.